ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം, അതായത് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും എന്നുള്ള ചാപ്റ്ററിലെ പാർട്ട് 4 ക്ലാസ് ആയിരുന്നു നടന്നത്. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ് നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം എന്നുള്ള ചാപ്റ്ററിലെ നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വിത്ത് മോർ ദാൻ വൺ ബ്രാഞ്ച് എന്നുള്ളതിൻ്റെ റൂൾസ് ആയിരുന്നു പറഞ്ഞത്. അതായത് ഒന്നിലധികം ശാഖകളുള്ള ഓർഗാനിക് സംയുക്തങ്ങൾ തന്നാൽ അതിന് പേര് നിർദ്ദേശിക്കാനുള്ള റൂൾസ്, അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, CH3 CH സിംഗിൾ ബോണ്ട് CH, അതിൽ ബ്രാഞ്ചായിട്ട് മീഥൈൽ ഗ്രൂപ്പ് CH3 ഗ്രൂപ്പ് വന്നിരിക്കുന്നു. CH2 CH2 CH3. അപ്പം നമ്മൾ ഓൾറെഡി റൂൾസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഫസ്റ്റ് റൂൾസൊക്കെ സെയിം തന്നെ. നമ്മൾ ഓൾറെഡി വൺ ബ്രാഞ്ച് വരുന്ന കോമ്പൗണ്ട്സിൻ്റെ റൂൾസ് തന്നെയായിരുന്നു ഇതിനും ഫോളോ ചെയ്യുന്നത്. പിന്നെ വ്യത്യാസം വരുന്നത് ഈ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ നെയിം എഴുതുന്ന ആ ഒരു ടൈമിൽ മാത്രമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് കിടപ്പുണ്ടല്ലേ, ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. ദെൻ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നമ്പറിങ് ചെയ്യുവാണ് മെയിൻ കാർബൺ ചെയിനിലെ കാർബൺ ആറ്റങ്ങൾക്ക് 1 2 3 4 5 6. തിരിച്ചും ചെയ്യുന്നു 1 2 3 4 5 6. ഇത്രയും നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ചെയ്ത പോലെ തന്നെയാണ്. വൺ ബ്രാഞ്ചുള്ള ആൽക്കൈൻസിൻ്റെ നോമെൻക്ലേച്ചർ പോലെ തന്നെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ്. ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യുന്നു, ഇരുവശത്തു നിന്നും നമ്പറിങ് ചെയ്യുന്നു. അപ്പം വൺ ബ്രാഞ്ച് ഉള്ളതിൻ്റെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ച് ആയിരുന്നു എഴുതുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വരുന്നൊരു വ്യത്യാസം എന്ന് വെച്ചാൽ 2 ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ഈ രണ്ടിൻ്റെയും പൊസിഷൻ നമ്പർ എഴുതണം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടിലും വന്നിരിക്കുന്ന ആൽക്കൈൽ റാഡിക്കലുകൾ സെയിം ആണ്. ഇങ്ങനെ ആൽക്കൈൽ റാഡിക്കലുകൾ സെയിം ആണ് എങ്കിൽ നമ്മൾ അതിൻ്റെ ശാഖകളുടെ അല്ലെങ്കിൽ ആ ബ്രാഞ്ച് നമ്പർ, പൊസിഷൻ നമ്പർ കോമ ഇട്ട് എഴുതി കൊടുക്കണം ഓരോന്നിൻ്റെയും. അപ്പോൾ ഇവിടെ നമ്മൾ ഇരുവശത്തു നിന്ന് നമ്പറിങ് ചെയ്തു. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റൂള്, എപ്പോഴും ശാഖയ്ക്ക് ഏറ്റവും ചെറിയ നമ്പർ വരുന്നത് വേണം നമ്പറിങ്ങിൽ പരിഗണിക്കാനെന്ന്. അപ്പോൾ ഇവിടെ 2 നമ്പേഴ്സ് വരുമല്ലോ. അപ്പം ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ പരിഗണിച്ചാൽ 2ഉം 3ഉം ടോട്ടൽ 5 വരും. തിരിച്ചുള്ള നമ്പറിങ് ആണെങ്കിൽ 4ഉം 5ഉം ടോട്ടൽ 9 വരും. നമ്മളെപ്പോഴും ഇങ്ങനെ നോക്കുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാനുള്ളൊരു വഴി ഇതാണ്. അതിൻ്റെ സമ്മം കണ്ടുപിടിക്കണം. സം കണ്ടുപിടിക്കുമ്പോൾ ഏറ്റവും ചെറുത് ഏതിൽ വരുന്നോ ആ ഡയറക്ഷനിലുള്ള നമ്പറിങ് ആണ് പരിഗണിക്കേണ്ടത്. അതായത് തോന്നുന്നതൊക്കെ ചെറിയ നമ്പേഴ്സ് എടുക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ പരിഗണിക്കുന്ന നമ്പറിങ് ഒരേ ഡയറക്ഷനിലായിരിക്കണം. ഒന്നുകിൽ അത് ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ അത് റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു നമ്പറിങ് നോക്കിക്കഴിഞ്ഞാൽ 2ഉം 3ഉം വരുന്നുണ്ട്. അപ്പോൾ ശാഖകളുടെ പൊസിഷൻ നമ്പേഴ്സ് ഏതൊക്കെ വന്നു? 2 വന്നു, 3 വന്നു. പരിഗണിക്കുന്നത് സ്മോൾ നമ്പേഴ്സ് ആയതുകൊണ്ടാണ്. അപ്പം നമ്മൾ എഴുതുന്നു 2,3. അതും നമ്മുടെ റൂൾസിൽ നമ്മൾ പറഞ്ഞതാണ്. പൊസിഷൻ നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് കോമ ഇട്ട. സെയിം ആൽക്കൈൽ റാഡിക്കൽ വരുമ്പോഴാണ് കേട്ടോ. ഡിഫറൻറ്റ് വരുന്നത് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ക്ലിയർ ആകും. ഫസ്റ്റ് നമ്മൾ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഇരുവശത്തു നിന്ന് നമ്പറിങ് ചെയ്യുന്നു. ശേഷം നമ്മൾ ചെറിയ നമ്പർ സമ്മായിട്ട് വരുന്ന ആ ഒരു നമ്പറിങ് പരിഗണിക്കുന്നു. ഇവിടെ ഈ ഡയറക്ഷനാണ്. സോ 2ഉം 3ഉമാണ് ആൽക്കൈൽ റാഡിക്കൽസ് വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്പേഴ്സിൻ്റെ നെയിമിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഒരു ഹൈഫൻ വേണം. നമ്മൾ ആ ഹൈഫൻ ഇട്ട് കൊടുത്തു. ശേഷം നമ്മൾ നെക്സ്റ്റ് റൂള് പറഞ്ഞത് ആൽക്കൈൽ റാഡിക്കലിൻ്റെ എണ്ണത്തിനനുസരിച്ച് കുറച്ച് പ്രിഫിക്സ് വരും, മുൻപ്രത്യയം. അപ്പം അവിടെ നമ്മൾ കണ്ടത് ഒന്നുകിൽ 2 എണ്ണമായിരിക്കും അല്ലേ, 2 ആൽക്കൈൽ റാഡിക്കൽ സെയിം വരാം. അങ്ങനെയാണെങ്കിൽ പ്രിഫിക്സ് ഡൈ ചേർക്കും, മുൻപ്രത്യയം ഡൈ എന്ന് ചേർക്കും. 3 ആണെങ്കിൽ ട്രൈ എന്ന് ചേർക്കും. അങ്ങനെ പറഞ്ഞു. 4 ആണ് ടെട്ര. അതിൽ കൂടുതലൊന്നും വരത്തില്ല എന്തായാലും നിങ്ങൾക്ക് എക്സാമിനൊന്നും. അപ്പോൾ ഇവിടെ ഡൈ 2 മീഥൈൽ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ എഴുതുന്നു ഡൈ
മീഥൈൽ. ലാസ്റ്റ് റൂൾ സെയിം തന്നെ. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെയിൻ കാർബൺ ചെയിൻ നോക്കുക, അതിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കുക, അതിനനുസരിച്ചുള്ള വേർഡ് റൂട്ട് എഴുതുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആൽക്കെയിനിൻ്റെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എയിനാണ് അതിൻ്റെ ലാസ്റ്റ് വരിക. പിൻ പ്രത്യയം സഫിക്സ് വരുന്നത് എയിനാണ്. ഇപ്പം 6 എണ്ണം വന്നപ്പം വേർഡ് റൂട്ട് ഹെക്സ് എയിന്. സോ ദി നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് 2,3-dimethyl hexane. എന്നാണ് ഈ ഒരു കോമ്പൗണ്ടിന് പേര് വരുന്നത്. ഓക്കെ, നമ്മൾ സമയം കളയാതെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ CH3 CH2 CH, അതിൽ നിന്ന് ബ്രാഞ്ച് CH2, ദെൻ അഗെയിൻ CH ബ്രാഞ്ച് CH3, ദെൻ CH3. ഓക്കെ, നമ്മൾ സമയം കളയാതെ തന്നെ അതിൻ്റെ ആ റൂൾസിലേക്ക് പോകാം. ഫസ്റ്റ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ദെൻ ഇരുവശത്തു നിന്ന് നമ്പറിങ് ചെയ്യുന്നു, ശേഷം ബ്രാഞ്ചുള്ള കാർബൺ നോക്കാം. ബ്രാഞ്ചുള്ള കാർബൺ ഈ ഒരു നമ്പറിങ് പരിഗണിച്ചാൽ ബ്രാഞ്ച് വരുന്നത് 3rd കാർബണയിലും 5th കാർബണയിലുമാണ്. തിരിച്ചുള്ള നമ്പറിങ് പരിഗണിച്ചാൽ ബ്രാഞ്ച് വരുന്നത് 2nd കാർബണയിലും 4th കാർബണയിലുമാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ സം അങ്ങ് നോക്കണം കേട്ടോ. ഏത് ഡയറക്ഷനിലാണ് സമ്മ് കുറവ് വരുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഈ ഡയറക്ഷൻ നോക്കിയാൽ ബ്രാഞ്ച് വരുന്നതിന് 3ഉം 5ഉം വരുമ്പം ടോട്ടൽ 8 വരും. തിരിച്ചുള്ള നമ്പറിങ് നോക്കിയാൽ 2ഉം 4ഉം 6 വരും. അപ്പം ഇതിൽ ലോവസ്റ്റ് പൊസിഷൻ നമ്പർ വരുന്നത് 6 ആണ്. സോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുന്ന ആ ഒരു നമ്പറിങ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ്. ഓക്കെ, നമ്മളിനി അതിൻ്റെ പൊസിഷൻ നമ്പേഴ്സ് എഴുതുന്നു. 2, 4 കോമ ഇടണേ, നിർബന്ധമാണ്. ഈ 2 നമ്പേഴ്സിനിടയ്ക്ക് കോമയും നമ്പറിനും പേരിനും ഇടയ്ക്ക് ഹൈഫനും വരണം. ഓക്കെ, ഇവിടെയും സെയിം ഗ്രൂപ്പ് തന്നെ ആൽക്കൈൽ ഗ്രൂപ്പ്സ് വന്നിരിക്കുന്നത്. സോ 2 എണ്ണമാണുള്ളത്. അപ്പം പഴയതുപോലെ തന്നെ ഡൈ പ്രിഫിക്സ് ആയിട്ട് കൊടുത്ത് മീഥൈൽ, ദെൻ 6 കാർബൺ, തൊട്ട് മുമ്പ് ചെയ്തതിൻ്റെ സെയിം തന്നെ 6 കാർബൺ ആൽക്കെയിന്. സോ ഹെക്സ് ആൽക്കെയിൻ്റെ എയിൻ, അതായത് 2, 4 ഹൈഫനാണ് ഇവിടെ, 2, 4 ഹൈഫൻ ഡൈമീഥൈൽ ഹെക്സൈൻ. ഓക്കെ, നമുക്കിനി 3rd ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3rd ക്വസ്റ്റ്യൻ വരുമ്പം നോക്കാം. 1 ബ്രാഞ്ച്, 2 ബ്രാഞ്ച്, 3 ബ്രാഞ്ച് ഉണ്ടല്ലേ. അപ്പം നമ്മൾ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ നോക്കുക. എങ്ങനെയൊക്കെ നോക്കിയാലും ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ വരുന്നത് ഇത് തന്നെയാണ്, ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ വരുന്നത്. നമ്മളത് ചൂസ് ചെയ്തു. ശേഷം ഇരുവശത്തു നിന്നും കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ ചെയ്യുകയാണ്. 7 കാർബൺ ആറ്റം വരുന്നു, തിരിച്ചും ചെയ്യുന്നു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? ബ്രാഞ്ച് വരുന്ന കാർബൺ ആറ്റത്തിന് കിട്ടിയേക്കുന്ന നമ്പേഴ്സൊക്കെ നോക്കാവേ. അപ്പം നമ്മൾ ഈ ഒരു ഡയറക്ഷൻ നോക്കുമ്പോൾ ബ്രാഞ്ച് വരുന്നത് ഞാനൊന്ന് എഴുതി വെക്കുക കേട്ടോ. സമ്മ് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ഏത് നമ്പറിങ് വേണം നമ്മൾ പരിഗണിക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങോട്ടുള്ളത് പരിഗണിച്ചാൽ 3rd കാർബണയിലുണ്ട്, 4th കാർബണയിലുണ്ട്, ദെൻ 6th കാർബണയിലും ഉണ്ട്. തിരിച്ചുള്ളത് പരിഗണിച്ചാൽ നോക്കിക്കേ, 4th കാർബൺ ഉണ്ട്, ഇവിടെ 2nd കാർബൺ ഉണ്ടല്ലോ, 2nd കാർബൺ ഉണ്ട്, 4th കാർബണയിൽ വരുന്നുണ്ട്, പിന്നെ 5th കാർബണയിലും വരുന്നുണ്ട്. നമുക്കപ്പോൾ ഇതിൻ്റെ സം ഒന്ന് നോക്കിയാലോ. 3 + 4 7, 7 + 6 13. ഇതാണെങ്കിൽ 2 + 4 6, 6 + 5 11. ഓക്കെ, അപ്പം ഏതാണ് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ലോവസ്റ്റ് നമ്പർ? ഇതല്ലേ. സോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുന്ന നമ്പറിങ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നമ്പറിങ് വേണം കൺസിഡർ ചെയ്യാൻ. ഇനി നമുക്ക് എഴുതാം, പൊസിഷൻ നമ്പേഴ്സ് എഴുതുവാണേ. അപ്പോൾ ഈ നമ്പറിങ് അല്ലേ പരിഗണിക്കുന്ന ആ ഒരു ക്രമത്തിന് ഇങ്ങനെ പോകാം. സെയിം ആൽക്കൈൽ റാഡിക്കൽസ് ആയതുകൊണ്ട് നമ്മൾ സെയിം ഇങ്ങനെ ഈ ഒരു ക്രമത്തിന് പോരാ. അവിടെ വേറെ ഒരു കാര്യം നോക്കേണ്ടതില്ല. 2 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ,
പിന്നെ അതായത് പൊസിഷൻ നമ്പേഴ്സിനൊക്കെ ഇടയ്ക്ക് കോമ വരണം, ദെൻ ഹൈഫൻ ഇടണം. ഓക്കെ, 1 2 3 3 മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അതായത് 3ഉം സെയിം ഗ്രൂപ്പ് തന്നെ ഗ്രൂപ്പ് വന്നിട്ടുണ്ട് അല്ലേ. 3 ആൽക്കൈൽ ഗ്രൂപ്പ് വന്നാൽ പ്രിഫിക്സ് എന്ത് കൊടുക്കും? പ്രിഫിക്സ് വരുന്നത് ട്രൈ. 2ആയപ്പം ഡൈ ആയിരുന്നു നമ്മൾ കൊടുത്തത്. ഇനി 3 വന്നപ്പം ട്രൈ മീഥൈൽ. 3ഉം സെയിം ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പ്രിഫിക്സ് കൊടുക്കുന്നത്. ട്രൈ മീഥൈൽ. ഇനി നമ്മുടെ പരിപാടി കഴിഞ്ഞു. ലാസ്റ്റ് സ്റ്റെപ്പ്, ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടോ അതിൻ്റെ വേർഡ് റൂട്ട്. 7 വന്നാൽ ഹെപ്റ്റ്. ആൽക്കൈൻ ആയതുകൊണ്ട് എയിന്. ആൽക്കൈൻ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. സിംഗിൾ ബോണ്ട് വരുന്നിടത്തെല്ലാം ആൽക്കൈൻ ആണ്. അതായത് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് വരുന്നത് 2,4,5 ട്രൈ മീഥൈൽ ഹെപ്റ്റൈൻ. ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയംകാർ എപ്പോഴും എഴുതുമ്പോൾ അവർക്ക് ആ ഒരു ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ മതി കേട്ടോ. ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ. ഓക്കെ, ഇനി നമുക്ക് 4th ക്വസ്റ്റ്യനിലേക്ക് വരാം. 4th ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ ഇച്ചിരി ലോങ്ങസ്റ്റ് ചെയിൻ എടുത്തിട്ടുണ്ട് ഇവിടെ. അതായത് ഇവിടെ 2 ബ്രാഞ്ചുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു CH2 CH3, ഇവിടെ ഒരു CH2 CH3. നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നമുക്ക് ബ്രാഞ്ചായിട്ട് ഈത്തൈലും മാത്രമേ വരികയുള്ളൂ എന്ന്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഈത്തൈൽ ഗ്രൂപ്പ് വരുന്നതാണ്. നമുക്ക് നേരിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഈ ഒരു ബ്രാഞ്ചുകളൊക്കെ പരിഗണിച്ചാൽ ലോങ്ങസ്റ്റ് ചെയിൻ കിട്ടില്ല. ഇത് തന്നെ ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. നമ്മൾ 1 2 3 4 5 6 7 8 വരുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ ഇരുവശത്തുനിന്ന് നമ്പറിങ് ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് ബ്രാഞ്ച് വരുന്ന കാർബൺ ആറ്റത്തിൻ്റെ ആ ഒരു നമ്പേഴ്സാണ്. ഇങ്ങോട്ടുള്ള നമ്പറിങ് പരിഗണിച്ചാൽ 3rd കാർബണയിൽ വരുന്നുണ്ട്, പിന്നെ 5th കാർബണയിലും വരുന്നുണ്ട്. തിരിച്ചുള്ള നമ്പറിങ് പരിഗണിച്ചാൽ 4th, നോക്കിക്കേ, 4th കാർബണയിലും വരുന്നുണ്ട്, 6th കാർബണയിലും വരുന്നുണ്ട് അല്ലേ ബ്രാഞ്ചുകൾ. അപ്പം 3 + 5 ആണ് 8 ആണ്, 4 + 6 ആണ് 10 ആണ്. നമ്മൾ ലെസ് നമ്പറാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഏതാ നമ്മൾ പരിഗണിക്കുക? ഈ ഒരു നമ്പറിങ്. ഓക്കെ, രണ്ടും സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കോമ ഇട്ട് നമ്പർ എഴുതാം. 3,5 2 ഈത്തൈൽ ഗ്രൂപ്പ്. 2 വന്നാൽ പ്രിഫിക്സ് എന്ത് വരും? ഡൈ ഈതൈൽ. 8. അപ്പം ഇത്രയും കൊണ്ട് ഇതിൻ്റെ ബ്രാഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി ലോങ്ങസ്റ്റ് ചെയിനിൻ്റെ മാത്രമേ ഉള്ളൂ. 8 കാർബൺ വന്നാൽ വേർഡ് റൂട്ട് ഒക്റ്റ് ആണ് അല്ലേ. ഒക്റ്റ് ആൽക്കൈൻ ആയതുകൊണ്ട് എയിൻ. സോ കോമ്പൗണ്ടിൻ്റെ നെയിം എന്ന് പറയുന്നത് 3,5 ഡൈ ഈതൈൽ ഒക്ടൈൻ. ഇതാണ് അതിൻ്റെ നെയിം വരിക. ഇനി ലാസ്റ്റ് ഈ സെക്ഷനിലെ 5ാമത്തെ 5th ക്വസ്റ്റ്യൻ നോക്കാവേ. ഇതും നമ്മുടെ റൂൾസിൽ വരുന്ന സെക്കൻഡ് ലാസ്റ്റ് റൂളായിട്ട് നമ്മൾ പഠിച്ചതായിരുന്നു കേട്ടോ. അതായത് ഇവിടെ നമ്മൾ എങ്ങനെ നോക്കിയാലും നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ സെയിമാണ് വരുന്നത് കേട്ടോ. 3 കാർബൺ, 1 2 3 1 2 3. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ചെയ്തതിന് വ്യത്യസ്തമായി സെയിം കാർബണിൽ നിന്ന് തന്നെ 2 ബ്രാഞ്ചും വന്നിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ സെയിം കാർബണിൽ നിന്ന് 2 ബ്രാഞ്ചുകൾ വന്നാൽ അതിലെ ചെറിയ നമ്പർ, അതായത് ആ ബ്രാഞ്ചിന് വന്ന ചെറിയ നമ്പർ ഏതാണോ ആ നമ്പർ തന്നെ 2 ബ്രാഞ്ചിനും കൊടുക്കണം. ഇവിടെ ഒരു പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഞാൻ വേറൊരു എക്സാമ്പിളൂടെ ചെയ്ത് കാണിക്കാം കേട്ടോ, ഇതൊന്ന് ക്ലിയർ ആകാൻ. അതായത് ഇവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ 2 തന്നെ വന്നതുകൊണ്ട് നമുക്കവിടെ ചെറുത് വലുതെന്നില്ല. ചിലപ്പോൾ ചിലതിലുണ്ടല്ലോ സെയിം കാർബണേ 2 ബ്രാഞ്ചുകളൊക്കെ വരുമ്പം ഒന്നിൻ്റെ നമ്പർ 2 ഒന്നിൻ്റെ 3 ആണെന്ന് വെച്ചോ. ലെസ് നമ്പർ 2 ആയതുകൊണ്ട് 2 തന്നെയാണ് 2നും നമ്മൾ പരിഗണിക്കുന്നത് കേട്ടോ.
ഇവിടെ ഇപ്പം അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ദാ സെക്കൻഡ് കാർബണയിൽ 2 ബ്രാഞ്ച്. സോ സെക്കൻഡ് കാർബണയിൽ 2 ബ്രാഞ്ച് വന്നതുകൊണ്ട് 2,2 ഹൈഫൻ രണ്ടിലും മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഡൈ മീഥൈൽ. മെയിൻ ചെയിനിൽ 3 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് വേർഡ് റൂട്ട് പ്രൊപ്പ്, ദെൻ ആൽക്കെയിൻ ആയതുകൊണ്ട് എയിൻ. സോ ഈ കോമ്പൗണ്ടിൻ്റെ പേര് 2,2 ഡൈ മീഥൈൽ പ്രൊപ്പൈൻ എന്നാണ് ഇതിൻ്റെ നെയിം വരുന്നത്. ഓർക്കുക, ചിലപ്പം ഇങ്ങനെ സെയിം കാർബണേ 2 ഗ്രൂപ്പ് വന്നാൽ ഒന്നിൻ്റെ നമ്പർ 2ഉം ഒന്നിന് നമ്പറിങ് ചെയ്യുമ്പോൾ 3ഉം വരുന്നെങ്കിലും നമ്മൾ ഈ 2 തന്നെയാണ് പരിഗണിക്കുക രണ്ടിനുമായിട്ട്. അപ്പോഴും 2,2 തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ സിക്സ്ത് ക്വസ്റ്റ്യനും വരുന്നത് സെയിം ആൽക്കൈൽ റാഡിക്കലിൻ്റെ തന്നെയാണ്. സെയിം ആൽക്കൈൽ റാഡിക്കലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് സിക്സ്ത് ക്വസ്റ്റ്യനായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് വരാം. സിക്സ്ത് ക്വസ്റ്റ്യൻ വരുന്നു. നമ്മൾ പഴയ പോലെ തന്നെ നമ്പറിങ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇവിടെ അങ്ങനെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, എല്ലാം സെയിം തന്നെ. ഇങ്ങോട്ട് പോയാലും നേരെ വന്നാലും ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാലും എല്ലാം സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം. അതുകൊണ്ട് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, നേരെയുള്ള ചെയിൻ എടുക്കുന്നു. 1 2 3 4 5 6 1 2 3 4 5 6. ഇവിടെ നമ്മൾ നോക്കുക, രണ്ടിലും ഈഥൈൽ ഗ്രൂപ്പ് തന്നെ വന്നേക്കുന്നു. അപ്പം നമ്മൾ ഇങ്ങോട്ടുള്ള നമ്പറിങ്ങിൽ ബ്രാഞ്ചിൻ്റെ നമ്പേഴ്സ് നോക്കാം. 3 ഉണ്ട്, 4 ഉണ്ട്. തിരിച്ചുള്ളത് നോക്കിയാലും 3ഉം 4ഉം. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എങ്ങോട്ടുള്ളത് നോക്കിയാൽ സെയിം തന്നെ. അപ്പോൾ ഏത് വേണേലും പരിഗണിക്കാം. 3,4 ഹൈഫൻ 2 മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ. ഡൈ 2 ഈഥൈൽ, അതുകൊണ്ട് ഡൈ ഈഥൈൽ. 6 കാർബൺ വന്ന് സിംഗിൾ ബോണ്ടും വന്നാൽ പേര് വരുന്നത് ഹെക്സ് എയിൻ. അപ്പോൾ ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ നെയിം വരുന്നത് 3,4 ഡൈ ഈഥൈൽ ഹെക്സൈൻ. ഓക്കെ, നമ്മുടെ 7th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ 7th ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ സെയിം കാർബണിൽ നിന്ന് 2 സെയിം ഗ്രൂപ്പുകൾ വന്നേക്കുന്നു. നമ്മൾ നമ്പറിങ് ചെയ്യുകയാണ്. 3 4 5 1 2 3 4 5. ഇതും പഴയ പോലെ തന്നെ കിട്ടിയല്ലേ. 3 വന്നു. എങ്ങോട്ട് നോക്കിയാലും 3 തന്നെ. മറിച്ചിപ്പം ഇത് 3ഉം ഇത് 4ഉം ആയിരുന്നാലും നമ്മൾ 3 തന്നെയാണ് പരിഗണിക്കുക കേട്ടോ. ഓക്കെ, സെയിം ഗ്രൂപ്പ് വന്നാൽ ആ 2 എണ്ണത്തിന് നമ്പർ കൊടുക്കണം അല്ലേ. 3,3 ഡൈ സെയിം ആണ്, രണ്ടും ഈഥൈലാണ്. ഡൈ ഈഥൈൽ. 5 കാർബൺ മെയിൻ ചെയിനിൽ വന്ന വേർഡ് റൂട്ട് പെൻഡാണ്. ആൽക്കൈൻ ആയതുകൊണ്ട് സഫിക്സ് എയിൻ ആണ്. അതായത് 3,3 ഡൈ ഈഥൈൽ പെൻഡെയിൻ പേര് വരും. ഓക്കെ, ഇനി 8th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8th ക്വസ്റ്റ്യൻ വരുന്നതും ഇതേപോലെ തന്നെ. നമുക്ക് വളഞ്ഞും തിരിഞ്ഞൊന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല, നേരെ തന്നെ കിടപ്പുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, റൂൾസ് പറഞ്ഞപ്പം പറഞ്ഞു, ഇതിന് എക്സാമ്പിൾസ് ഒന്നും ടെക്സ്റ്റിൽ വർക്കൗട്ട് ചെയ്യുകയോ അതേപോലെ അതിൻ്റെ റൂൾസ് അവിടെ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ലെറ്റേഴ്സ് ആസസ് പോർഷനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി, ഒന്നിലധികം ബ്രാഞ്ച് ഉണ്ട്, പക്ഷേ ബ്രാഞ്ചുകൾ വ്യത്യസ്തമാണ്. ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും ബ്രാഞ്ചിൽ വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പുകൾ സെയിം ആയിരുന്നു. ബട്ട് ഇവിടെ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ഒന്ന് മീഥൈൽ ഗ്രൂപ്പും ഒന്ന് ഈഥൈൽ ഗ്രൂപ്പും. ഇതിനെങ്ങനെ പേര് നിർണ്ണയിക്കാം എന്ന് നോക്കാം. ഫസ്റ്റ് റൂൾസൊക്കെ അതേപോലെ തന്നെ. അതായത് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്ത് ഇരുവശത്തു നിന്നും നമ്മൾ നമ്പറിങ് ചെയ്യുകയാണ്. അത് അതേപോലെ ഇവിടെയും ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടെ നോക്കേണ്ടത് ബ്രാഞ്ച് ഉള്ള കാർബണും അതിന് വന്നേക്കുന്ന നമ്പറും. സെക്കൻഡ് റൂളും അങ്ങനെ തന്നെ അല്ലേ. അതായത് 3rd കാർബണയിലും ഉണ്ട്, 4th കാർബണയിലും ഉണ്ട്. ഓക്കെ, 3ഉം 4ഉം. തിരിച്ചുള്ള നമ്പറിങ് ആണെങ്കിൽ
ഫോർത്ത് കാർബണയിലും വന്നു, ഫിഫ്ത്ത് കാർബണയിലും വന്നു. സം വരുമ്പം 3ഉം 4ഉം ആണെങ്കിൽ 7, 4ഉം 5ഉം ആണെങ്കിൽ 9. സോ നമ്മൾ പരിഗണിക്കേണ്ടുന്ന നമ്പറിങ് 3ഉം 4ഉം വരുന്നത് തന്നെ, സം ലീസ്റ്റ് നമ്പർ വരുന്നത് തന്നെയാണ് പരിഗണിക്കേണ്ടത്. ഇനിയുള്ള വ്യത്യാസം പറഞ്ഞു തരാവേ. ഇവിടെ 2 ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ റൂൾസിൽ ഞാൻ പറഞ്ഞു, മീത്തൈലും ഈത്തൈലും ഒരേ കോമ്പൗണ്ടിൽ വന്നാൽ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് ഫസ്റ്റ് വരുന്നതിനെ വേണം ഫസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ. സോ മീത്തൈൽ എമ്മിനേക്കാൾ മുന്നേ ഈ അല്ലേ ഉള്ളേ. മലയാളം മീഡിയംകാർക്കും ഇതേ റൂളാണ്, ബാധകമാണ്. അപ്പം എം ഉണ്ട്, ഇ ഉണ്ട്. സോ നമ്മൾ ഇ വരുന്നത് വേണം ഫസ്റ്റ് പരിഗണിക്കാൻ. ഇവിടെ 3ഉം 4ഉം ആണ് ബ്രാഞ്ചുകൾക്ക് വന്നേക്കുന്ന നമ്പർ. അതിൽ നമ്മൾ നോക്കുക, ഈത്തൈൽ ഗ്രൂപ്പിന് വന്നിരിക്കുന്ന നമ്പർ ഏത്? അത് 4 ആണല്ലേ. അപ്പം നമ്മളിവിടെ 4 ഹൈഫൻ, മനസ്സിലായോ? അതായത് ഇതുവരെ സെയിം ഗ്രൂപ്പ് വന്നതുകൊണ്ടാണ് നമ്മൾ കോമായിട്ട് അതിൻ്റെ 2ൻ്റെ നമ്പേഴ്സ് ഒരുമിച്ച് എഴുതിയത്. പക്ഷേ ഇവിടെ ഈതയിലും മീതയിലും വന്നപ്പോൾ ഫസ്റ്റ് നമ്മൾ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് ഈതയിൽ ആദ്യം എഴുതുമ്പോൾ ഈതയിലിൻ്റെ ബ്രാഞ്ച് നമ്പർ വേണം ആദ്യം എഴുതാൻ. ഓക്കെ, 4 ഈതയിൽ. ഇനി നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്പറിനും പേരിനും ഇടയ്ക്ക് ഹൈഫൻ വേണം. സോ മീത്തൈലിൻ്റെ നമ്പർ എഴുതുന്നതിന് മുമ്പ് ആ പേരിനിടയ്ക്ക് എന്ത് കൊടുക്കണം? ഹൈഫൻ കൊടുക്കണം. ഓക്കെ, 4 ഈതയിൽ. എത്രാമത്തേതിലാണ് മീതയിൽ? 3ാമത്തേതിൽ മീതയിലുണ്ട്. വീണ്ടും നമ്പറിന് ശേഷം ഹൈഫൻ. മീതൈൽ, 4 ഈതയിൽ, 3 മീതൈൽ. എന്താ വരുന്നു? ഇനി നമുക്ക് ലാസ്റ്റ് റൂള്, അതായത് ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിൽ 7 കാർബൺ, ഹെപ്റ്റ്, ദെൻ എയിന്. ഇതാണിതിൻ്റെ റൂള്. ആവർത്തിച്ച് നോക്കുക, നോക്കിയതിന് ശേഷം ചെയ്യാം. ഇനി അടുത്തതും അതേപോലെ തന്നെ 2 ഗ്രൂപ്പുകൾ വരുന്നതാണ് ഞാൻ കൊടുത്തേക്കുന്നത് കേട്ടോ. അത് നമുക്ക് ചെയ്തു നോക്കാം. ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ എടുക്കുന്നു. 1 2 3 4 5 6 7 8 നമ്പറിങ് ഇരുവശത്തു നിന്നും കൊടുക്കുന്നു. ശേഷം നമ്മൾ ബ്രാഞ്ച് വരുന്ന കാർബണുകളുടെ നമ്പർ നോക്കുന്നു. ഈ ഡയറക്ഷനിലുള്ള നമ്പറിങ് നോക്കിയാൽ 2 ഉണ്ട്, പിന്നെ 4 ഉണ്ട് അല്ലേ. അടുത്തത് വരുമ്പം 5 ഉണ്ട്, 7 ഉണ്ട്. കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. 2ഉം 4ഉം തന്നെ പരിഗണിക്കും, കാരണം ലീസ്റ്റ് നമ്പർ സം വരുന്നത് അതിനാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഈതയിലിൻ്റെ വേണം എഴുതാൻ. ഇവിടെയും 2ാമതാണ് ഈതയിലിൻ്റെ സ്ഥാനം അല്ലേ. സോ നമ്മൾ സം വരുമ്പോൾ 2ഉം 4ഉം വന്നാൽ 6 ആണ്, 5ഉം 7ഉം വന്നാൽ 12 ആണ്. സോ നമ്മൾ 2ഉം 4ഉം വരുന്ന എടുക്കുന്നു. അതിൽ സെക്കൻഡ് പൊസിഷനിൽ വന്നേക്കുന്നത് ഈതയിലാണ്. നമ്മൾ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് എഴുതുമ്പോൾ ഈതയിലിനെ ആദ്യം റെപ്രസെൻ്റ് ചെയ്യണം. സോ നമ്മൾ ഈതയിലിൻ്റെ പൊസിഷൻ നമ്പർ എഴുതുന്നു. ദെൻ ഈതയിൽ പേര് കൊടുക്കുന്നു. ശേഷം ഹൈഫൻ ഇടുന്നു. മീത്തൈലിൻ്റെ പൊസിഷൻ നമ്പർ 2 ആണ്, അത് കൊടുക്കുന്നു. ഹൈഫൻ ഇടുന്നു. മീത്തൈൽ പേരെഴുതുന്നു. ശേഷം നമ്മൾ ഫൈനൽ സ്റ്റെപ്പ്, അതിൻ്റെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിലെ കാർബൺ ആറ്റം നോക്കുന്നു. 8 ആണ്, ഒക്ട്. ശേഷം എയിന്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ നെയിമിങ്ങിൻ്റെ സിസ്റ്റം. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മളെല്ലാത്തിലും ഒരു 10 ക്വസ്റ്റ്യൻസ് വീതം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 10th ക്വസ്റ്റ്യൻ. CH3 CH CH2 CH3 then CH2 again CH branch CH3 then CH3. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഇങ്ങോട്ടൊരു ബ്രാഞ്ച് ലോങ്ങസ്റ്റ് ചെയിൻ നോക്കിയാൽ 1 2 3 4 5. അതേസമയം ഇതാണെങ്കിൽ 1 2 3 4 5 6. സോ നമ്മൾ ഈ ഒരു ചെയിനാണ് പരിഗണിക്കുന്നത് കേട്ടോ. എപ്പോഴും ലോങ്ങസ്റ്റ് ചെയിൻ വേണം പരിഗണിക്കാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ വളഞ്ഞ ചെയിനൊക്കെ വരുമ്പം നമ്പറിങ് കൊടുക്കാൻ ഒരു ഡയറക്ഷൻ വരുമ്പോൾ എപ്പോഴും താഴേന്ന് നമ്പറിങ് ചെയ്യുക, മറു ഡയറക്ഷൻ വരുമ്പം മേളിൽ നിന്ന്. എല്ലാം നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ചിലർക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുക, അതാ അങ്ങനെ ഓർത്തിരുന്ന് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പോൾ വന്നപ്പോൾ ബ്രാഞ്ചുകൾ വരുന്നത് സെയിം ഗ്രൂപ്പ് തന്നെ.
നോക്കിക്കേ. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്പറിങ് നോക്കുന്നു. ബ്രാഞ്ച് വരുന്നത് 3rd കാർബണയിലും 5th കാർബണയിലും 3ഉം 5ഉം. തിരിച്ചുള്ളത് നോക്കിയാൽ 2nd കാർബണയിലും 4th കാർബണയിലും. അപ്പം 3 5 ആണ് 8. നമ്മുടെ 2 തിരിച്ചുള്ള 2ഉം 4ഉം വരുവാണെങ്കിൽ 6. സോ നമ്മളത് പരിഗണിക്കുന്നു. റൂൾസൊക്കെ പഴയ പോലെ 2,4 കാരണം സെയിം ആൽക്കൈൽ റാഡിക്കലാണ് ബ്രാഞ്ചിൽ വന്നിരിക്കുന്നത്. 2 എണ്ണം ഉള്ളത് കൊണ്ട് ഡൈ മീഥൈൽ. 6 കാർബൺ വരുന്ന മെയിൻ ചെയിൻ ആയതുകൊണ്ട് ഹെക്സൈൻ. ഇത്രയുമാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. ആവർത്തിച്ച് നോക്കി മനസ്സിലാക്കുക. ഡൗട്ടുള്ളത് കമൻറ്റ് ചോദിക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതായത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ. ഓക്കെ, താങ്ക് യു.